പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സമൂഹത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് യുവാക്കളാണ്. ചെറുപ്പമാണ് ഇസ്ലാം, ചെറുപ്പമാണ് ഉമ്മയുടെ ഒരു കരുത്തും പ്രതീക്ഷയും എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമായിട്ടും ശക്തമായിട്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അതനുസരിച്ചായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ യുവാക്കൾ, അതായത് വരും തലമുറകൾക്കുള്ള ഒരു പ്രചോദനം കൂടിയായിരിക്കണം അങ്ങനെ. അത് ഏതൊരു മേഖലയിലും നമുക്കറിയാം, ഇസ്ലാം യുവാക്കളുടെ പ്രാധാന്യം നമ്മോട് ഓർമ്മിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ തണൽ വിരിക്കുന്നത് 7 പേർക്കാണ്. അതിൽപ്പെട്ട ഒരു കൂട്ടരാണ് യുവാക്കൾ എന്ന് പറയുന്നത്. അത് ഏത് തരം യുവാക്കളെയാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്? അള്ളാഹുവിൻ്റെതായ അടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി ചര്യ പിന്തുടരുന്ന ആ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആ വിശ്വാസി യുവാക്കൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുന്നത് എന്നുള്ളതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നാം പറഞ്ഞു വരുന്നത് യുവാക്കളുടെ പ്രാധാന്യം ഇസ്ലാമിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം, അതായത് ഇന്നത്തെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾക്ക് പലവിധ മേഖലകളിലേക്കാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് പറയുന്നത് നമുക്കറിയാം, ഈ ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയെ സംബന്ധിച്ച് അതിൻ്റെ വളർച്ച നമുക്ക് ഉപകാരപ്രദവും അതേപോലെ തന്നെ അത് നമുക്ക് ഉപദ്രവപരവുമായ നീക്കത്തിലാണ്. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആ മൊബൈൽ ഫോൺ, അതേപോലുള്ള ലാപ്ടോപ്പുകൾ, മീഡിയകളിലേക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ യുവാക്കൾ സമയം ചിലവഴിക്കുന്നത്. ആ സമയച്ചിലവ്, അതിൽ ആ ഒരു ഉപയോഗം നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തഖ്വയോടുകൂടി മുന്നോട്ട് നീങ്ങാനാണ് യുവാക്കൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ യുവാക്കൾക്ക് മാതൃകയായിട്ട് നമ്മളോട് പറയുന്ന സഹാബികളെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ഖുർആൻ സുബ്ഹാനഹു വ തആല പറയുന്നു, അലി റളിയല്ലാഹു അൻഹു, മിസ്അബ് ബിൻ ഉമൈർ, ഉസാമ ബിൻ സെയ്ദ്, ഇങ്ങനെ നിരവധി സഹാബാക്കളെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പാപങ്ങളിൽ നിന്നും അകന്നു നിന്നും സമൂഹത്തിൽ നന്മകൾ പ്രചരിപ്പിച്ചും അതിൽ ഉപരിയായിക്കൊണ്ട് മാതാപിതാക്കളെ ആദരിച്ചും ഗുരുനാഥന്മാരെ ആദരിച്ചും ബഹുമാനിച്ചും നമ്മുടെ സമൂഹത്തിൽ നന്മ മാത്രം വിതച്ചുകൊണ്ട് വളരാനാണ് ഓരോ യുവാക്കളും നിൽക്കേണ്ടത്. അങ്ങനെ നമ്മുടെ യുവതലമുറ മുന്നോട്ട് നീങ്ങുമ്പോൾ അവരെ അനുകരിച്ചുകൊണ്ടായിരിക്കും പിറകിൽ വരുന്ന തലമുറകൾ ഓരോന്നും അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുമൂലം നമ്മുടെ സമൂഹം നന്മ മാത്രം നിറഞ്ഞ ഒരു സമൂഹമായി മാറും. അത്തരത്തിലാവാൻ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കുക, നമ്മുടെ മക്കളെ അതിന് പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സ്വാലിഹായ മക്കളായി, യുവാക്കളായി നമ്മുടെ മുന്നിൽ ഇന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.